ഹലോ, ഗുഡ് മോർണിംഗ്. രതീഷ് പരപ്പനങ്ങാടി കേട്ടോ. ഇന്ന് നമ്മുടെ ഗാനമേള നടക്കുന്ന ദിവസമാണ്. അതായത് നെടുവ പഴയതെരു ശ്രീ മഹാഗണപതി ക്ഷേത്രം താലപ്പൊലി മഹോത്സവത്തിന് അനുബന്ധിച്ച് 26/12/2025 രാത്രി 8:30 ആരംഭിക്കും. അപ്പം മറക്കണ്ട, എല്ലാവരും എത്തിച്ചേരുക, പങ്കെടുക്കുക, വിജയിപ്പിക്കുക. നമ്മളത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. വൈഫുണ്ട്, മക്കളുണ്ട്, കളിപ്പാട്ടങ്ങളൊക്കെ നിരനിരയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പണായി വരണുള്ളൂ. ഇന്നിപ്പോൾ കണ്ടില്ലേ, ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഏറെ സന്തോഷമായ കാര്യം എന്താ അറിയോ, ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കൂട്ടുമൂച്ചിയിൽ നിന്ന് ഇട്ടിരുന്നു. ഇന്ന് ഇവിടെ ഇദ്ദേഹത്തിനെ കാണാൻ പറ്റിയിട്ടാണ് ഭയങ്കര സന്തോഷം. ഇന്ന് കുറച്ച് കൂടുതൽ മുളകും അതുപോലെ തന്നെ കാന്താരി മുളകൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കളിപ്പാട്ട കടകളുണ്ടോ, ഒരുപാടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നേരെ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെത്തി. ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു കുളിർമയാണ്. കാരണം ഈ തണുത്തൊരു അന്തരീക്ഷം, ആൽത്തറ, ഒരുപാട് പേരുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ നല്ല കൊട്ട് കേൾക്കണമെങ്കിൽ, നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഒന്ന് കാണാം. ഞാനതാ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ സുമേഷ് ചേട്ടനൊക്കെ പോയി ഇതാ തൊഴുതു പോവാണ്. ഈ ആൽമരം തന്നെ കണ്ടോ, കൊടിയേറ്റത്തിൻ്റെ ഓരോ ശീലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാരും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കൊട്ടിലേക്ക് കുറച്ച് നേരം ഒന്ന് പോയി നോക്കിയാലോ.
അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ആ ചായ ഉണ്ടായിരുന്നു കേട്ടോ. സുമേഷാറിനൊക്കെയാണ് ചായ ഒഴിക്കുന്നത്. അടിപൊളി സൂപ്പർ ഉപ്പുമാവും അതുപോലെ തന്നെ നല്ല കടലക്കറി. നമുക്ക് എത്ര വയറ് നിറച്ച് കഴിക്കാം, എത്ര വേണമെങ്കിലും മേടിക്കാം കേട്ടോ. നല്ല അടിപൊളി നല്ല പാൽ ചായയും. നല്ല ആളുകളുണ്ട്. അപ്പോൾ ആളുകളൊക്കെ വന്ന് കഴിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ധ്രുവ് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് മതി അറിയുന്നുണ്ട്, മീയു പറയുന്നുണ്ട് എനിക്ക് കുറച്ച് മതി അറിയുന്നുണ്ട്. പക്ഷെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി കടലക്കറിയൊക്കെ നല്ല ടേസ്റ്റ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഇത്രയും ജനങ്ങൾക്ക് രാവിലത്തെ ചായയും ഉച്ചഭക്ഷണമൊക്കെ ഈ ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിന് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പിന്നെ നല്ലൊരു കയ്യടി ക്ഷേത്രത്തിന് കൊടുക്കണം. ഭക്ഷണം, അന്നദാനം, അത്രയും ജനങ്ങളെ വയറ് നിറയല്ലേ, ഒരു പുണ്യം ഉണ്ടാവും. ധ്രുവ് കണ്ടില്ലേ കൂട്ടി പിടിച്ചോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇത് മീവനുള്ളത് ആദ്യം പിന്നെ വാങ്ങിച്ചു. മീവനിങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെയൊക്കെ പോയിരുന്നേ നല്ല അടിപൊളിയായിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. നല്ല ഉപ്പുമാവും കടലക്കറിയും ചായയും. ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ടോ. ധ്രുവിൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മീവിൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ അനിയാട്ടതാ, കറക്റ്റായിട്ട് അനിയാട്ടൻ, പഴയ സ്റ്റാറാണ്. അങ്ങനെ ധ്രുവൊക്കെ അതൊക്കെ കറി വാങ്ങണം. ധ്രുവിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. പിന്നെ അതാ സദ്യൻ്റെ വട്ടത്തേക്കൊന്ന് ജസ്റ്റ് പോയി നോക്കിയാൽ അതിനൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. സദ്യക്കുള്ള ഇലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ചേട്ടാ എല്ലാവരും ഉണ്ട്. ജസ്റ്റ് ഇത് അവിടെ പായസത്തിൻ്റെ ഒരു വട്ടം ഞാൻ കാണിച്ചതാണ്. അതൊക്കെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഏകദേശം റെഡി ആയിട്ടുണ്ട്. പപ്പടവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് എല്ലാവരും പോരാ. നല്ല അടിപൊളി പായസവും എല്ലാം റെഡിയാണ്. ഇപ്പോൾ ചോറ് കുറച്ച് ഊറ്റാനുള്ളൂ. അങ്ങനെ നേരത്തെ ഞങ്ങൾ തിരിച്ചിങ്ങനെ പോരാണ്. തിരിച്ചു വരുമ്പോൾ ഈ അലങ്കാരങ്ങൾ കണ്ടാൽ രാത്രിയൊക്കെ പ്രോഗ്രാം വരുമ്പോൾ ഗാനമേളയ്ക്ക് വരുമ്പോഴത്തേക്കും ഭംഗി അറിയും. ഇവർക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ. നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് കളിപ്പാട്ടത്തിലേക്ക്. കളിപ്പാട്ടം വേണം. കമ്മലിൻ്റെ ഒരു നീണ്ട നേരം, കമ്മലും മാലും ഏതും 50 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ വലിച്ചെടുക്കല്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. 50 രൂപൻ്റെ വെറൈറ്റി കമ്മൽ കളക്ഷൻസ് ആയിരുന്നു. അത്രയും വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെറൈറ്റി. ഇത് കണ്ടോ, മാല കണ്ടോ, മാല സൂപ്പറായിട്ട് അടിപൊളി മാലകളാണ്. ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ആദ്യം മക്കളും കൂടി. ഈ പറയുന്നത് ഇതെടുക്കമ്മേ എന്ന് പറയുന്നത്. പക്ഷെ ഇവർക്ക് അതൊന്നല്ല കേട്ടോ ഇവരെ ടാർഗറ്റ്. ഇവർക്ക് കളിപ്പാട്ടം വേണം. അതിനുള്ളൊരു കളിയിലാണ് അവർ നിൽക്കുന്നത്.